കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി കുന്നപ്പുഴ കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങുവാൻ കാലമായി. അവൻ വരുന്നതിന് മുമ്പ് അവന്റെ മിലിറ്ററി ബൈബിളിനകത്തുണ്ടോ? ഈ മിലിറ്ററി ഇഷ്ടം പോലെ കയറും. തിരുവനന്തപുരത്ത് പട്ടണത്തിൽ ഒരു സഹോദരി ഇരിപ്പുണ്ട്, സഹോദരി ബിന്ദു. ചോദിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് റാന്നിന്ന് ഒരു പെങ്കൊച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ല, പുറത്ത് വിടത്തില്ല. അത് കഴിഞ്ഞ് പാലക്കാടുകാര് പിന്നെ കൊച്ചി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മെറിൻ ജേക്കബ്, കാഞ്ഞിരപ്പള്ളിക്കാര് മരിയ, എത്ര പേര് പോയി. ബൈബിളിനകത്തുണ്ടോ? ഈ പിള്ളാരെ എല്ലാം കൊണ്ടുപോകും. ഇത് സാത്താന്റെ തന്ത്രമാ. വായിക്കാം. ഈ IS-നെ പറ്റി യേശു എന്ത് പറഞ്ഞു? യോഹന്നാൻ 15:16 വായിച്ചാട്ടെ മോളെ. യോഹന്നാൻ 16:2 വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം 16:2. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത് പറഞ്ഞുതരാം. ഇവിടെ കുന്നപ്പുഴ ഒരു കൺവെൻഷൻ നടക്കുക. പോലീസുകാരും ബാക്കിയെല്ലാവരും പറയാം IS-ന്റെ ഭീഷണിന്ന്. ഉടനെ അജി ബ്രദർ എനിക്ക് ഫോൺ ചെയ്യാം, IS ഭീഷണി. ഞാൻ തമ്പാനൂർ ഇറങ്ങി കട്ടച്ചായം കുടിച്ച് എൻ്റെ വീട്ടിൽ പോകും. സ്വോത്രം. അന്ത്യകാലത്ത് ഒറ്റയിടത്ത് ആരാധന കാണത്തില്ല. ശ്രീലങ്കയിൽ നിന്ന് സകല പള്ളികൾക്കും പേടി IS-ന്റെ സ്ഫോടനം. ഒരുപക്ഷെ ഞായറാഴ്ച നമ്മുടെ കൺവെൻഷൻ ഇവിടെ ശനിയാഴ്ച തീരുമ്പോൾ ഞായറാഴ്ച നിങ്ങൾ പത്രത്തിൽ വായിച്ചേക്കാം ഈ സ്ഫോടനം എന്നാണ്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അടുത്തത് നിങ്ങളെ കൊല്ലുന്നവർ. വായിച്ചാട്ട് മോളെ. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവർ, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. കിടക്കുന്ന മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ഇതായി കുഞ്ഞുങ്ങളോട് പറയുന്നത്. അങ്ങനെ വഴി കിട്ടിയ ഒരുവൻ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കവടിയാറിൽ കാടൽ ജിൻസൺ രാജ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? കരം ഉയർത്തിയാട്ടെ. കവടിയാറിൽ 2 കേരളത്തിലെ സുവിശേഷ പ്രസംഗർ ഷിബു പാസ്റ്റർക്ക് അറിയാം. അതിൻ്റെ നടുവിലുണ്ടായിരുന്നു. ഞാൻ MM ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ എൻ്റെ പെങ്ങളും അപ്പനും അമ്മയും കേട്ടതാ. അവരുടെ സ്വത്തത്ര നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്തുള്ള നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കറിയാം. നെയ്യാറ്റിൻകര ഷോപ്പിംഗ് കോംപ്ലക്സ് 6 കാണി 10 കാണി. അത് കഴിയുമ്പോൾ ഗണപതിക്കല്ലിന് ഇപ്പുറത്ത് 12 ഏക്കർ തോട്ടമാ. കാടൽ ജിൻസൺ രാജയ്ക്കും അവൻ്റെ അപ്പൻ പ്രൊഫസർ, അമ്മ ഡോക്ടർ, പെങ്കൊച്ചെനിക്ക് നേരിട്ടറിയാം. കരോലിൻ വീട്ടിലെ വേലക്കാരി. എന്തിനാ കൊന്ന അമ്മാമേ? സ്വത്തില്ലാഞ്ഞിട്ടാണോ? ഒറ്റ പേര് 4 പേരെ രാത്രിയിൽ അവൻ തൂണോട് കെട്ടി നിർത്തി കൊന്നുകളഞ്ഞു. പേരൂർക്കട പെട്രോൾ പമ്പിനകത്ത് നിന്ന് മണ്ണെണ്ണയും പെട്രോളും മേടിച്ചുകൊണ്ട് വന്ന് തിരുവനന്തപുരം പട്ടണത്തിനകത്ത് അവരെ കത്തിച്ച് കളഞ്ഞു. ചിലർ പറഞ്ഞെന്താ, അവന് തലക്കിലവിലെന്നില്ല. അവനെ പഠിക്കാൻ ഓസ്ട്രേലിയയിലും റഷ്യയിലും വിട്ടപ്പോൾ അവൻ സാത്താനെ ആരാധിക്കുന്നവനായി തീർന്നു. അവൻ്റെ റിപ്പോർട്ട് മൊത്തം മ്യൂസിയത്തിലും കന്റോൺമെന്റിലും ഉണ്ട്. കറുത്ത ഷർട്ടുമിട്ടിട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ രാത്രി സഞ്ചാരം നടത്തുന്ന കാടൽ ജിൻസൺ രാജ പിശാച് അവനോട് പറഞ്ഞു, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടി പറയണം, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേ. ഇവിടെ നല്ല അച്ചായന്മാരും അമ്മാമ്മമാരും ഇരിപ്പുണ്ട്. ഞാൻ ഹൈലി എഡ്യൂക്കേറ്റഡാ. അതുകൊണ്ട് നിങ്ങളോട് പറയുക, എന്താ കാര്യം എന്നറിയാം? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ സൂക്ഷിക്കുക. കരമുയരുന്നില്ലല്ലോ. ആര് കരം ഉയരുന്നില്ലല്ലോ? അവിശ്വാസികളുമായി. ബാക്കി പറ. ശബ്ദം പോയോ? 1.25 മണിക്കൂറായി വെള്ളം കുടിച്ചില്ല. എൻ്റെ ശ്വാസവും കൈ പറയ്ക്കുന്നു. നിങ്ങൾ നല്ല ചിക്കൻ കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു. അവിശ്വാസികളുമായി ഇണയില്ല പിണ. അപ്പോൾ ഉടനെ പറയും, സജു ചാത്തൻ്റെ ഒരു പ്രസംഗിച്ച് കുഞ്ഞുങ്ങളെ ഇനി സ്കൂളിലും തമിഴ്നാട്ടിലും അല്ലെ ബാംഗ്ലൂർ നഴ്സിംഗും ആരെ എവിടെ വിടാം. പക്ഷേ ഇന്ന് രാത്രി ഏറ്റവും നല്ല അയില കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, പൂവാറ, പഴവഞ്ചാൽ. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ആ തീരത്ത് ഞാൻ കിടന്ന് പ്രസംഗിച്ച ഉപവാസ പഴവഞ്ചാൽ നല്ല അയില കിട്ടുന്ന സ്ഥലം. പച്ചയ്ക്ക് കുഞ്ഞുങ്ങളെ ചൂടാക്കി പൊരിച്ചെന്ന് പ്രസംഗം നല്ല ഉഷാറായിരുന്നു. അയില തന്നുകൊണ്ട് സ്വോത്രം. ഇത്രയും നല്ല അയില. പക്ഷേ ആ പഴവഞ്ചാലിലെ കടലിലെ വെള്ളം നോക്കിയാൽ നല്ല ഉപ്പുണ്ട്. അയില കൊണ്ടുവന്ന് കൊച്ചുങ്ങൾ നല്ല ഉപ്പോടിട്ടാ ചേർത്ത് പൊരിച്ചത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെയും വിടാം, ഏത് സ്ഥലത്തും പെടാം. പക്ഷെ കൂട്ടുകാരുടെ അകത്തെ ഉപ്പ് ആ കുഞ്ഞിൻ്റെ അകത്ത് കയറരുത്. കരമുയരുന്നില്ലല്ലോ. അതിനു വേണ്ടി ഒരു കാര്യം നല്ലതാ. ഇവിടെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചേച്ചിമാർ, എൻ്റെ ചേട്ടന്മാർ, അച്ചായന്മാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, സത്യമായി പറയാം, അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. ഒരു കീവേഡൂടെ മൗണ്ട് ചർച്ച് ഓഫ് ഗോഡിനോട് ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാം, മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് എന്താ? അയ്യോ, വെള്ളറുടെയോ കുറ്റിച്ചാലോ തോട്ടമല്ല മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ഡിപ്പോസിറ്റ്.
പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ നശിച്ചു പോകത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ബാക്കി നാളെ. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ IS-ന്റെ മിലിറ്ററി ഇവിടെ വരത്തില്ലേ? ഇറാഖിലും സിറിയയിലും മൊസൂളിലും മനുഷ്യൻ്റെ തലയ്ക്കകത്ത് ഷോള് വെച്ചിട്ട് കഴുത്തറുത്ത് രക്തം വീണ് കാണുന്ന പടം നിങ്ങളുടെ മൊബൈലിൽ കണ്ടില്ലേ? IS. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, ആ മിലിറ്ററി ഇവിടെ വരത്തില്ലേ? തിരുമല വരും, പാങ്ങോട് വരും, ചെമ്പടന്തി വരും, പേയാട് വരും, കുരിശുമുട്ടത്ത് വരും. ഷോൾ വെച്ച് കഴുത്തറക്കും, രക്തം താഴെ വീഴുന്ന കാലം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, IS-ന്റെ മിലിറ്ററി ഇവിടെ വന്ന് നമ്മുടെ തലയിൽ ഷോൾ പുതപ്പിച്ച് കഴുത്തറത്ത് രക്തം വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. എന്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തീർന്നില്ല. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകം കള്ളക്രിസ്തുക്കൾ കോവിഡിൻ്റെ മറവിൽ ഒരിടത്ത് അത്തി തളിർക്കുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ബൈബിൾ ഇന്ന് വരച്ചു കാട്ടി. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. സമയത്തെയും നിയമത്തെയും അവൻ കയ്യിലെടുക്കും. മനുഷ്യൻ മനുഷ്യനെ കൊല്ലും. ദാനിയേൽ വീണ്ടും വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. ഈ കാഴ്ച തിരുവനന്തപുരം പട്ടണം കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ തലമുറയിൽ കർത്താവ് വരാറായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി കുന്നപ്പുഴ വീടിനകത്ത് റോഡിനകത്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത അവിടെ. കൊട്ടാരമായാലും മരണം കടന്നു വരും, കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു വരും. എന്നാൽ ഇന്ന് രാത്രി മരിച്ചാൽ, അതുകൊണ്ടാണ് ഹൈന്ദവ സഹോദരങ്ങൾ പാടും, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം ശംഭോ ശിവശംഭോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എവിടെ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ പ്രയാണക്കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞാകുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം പിടിക്കും, യൗവനത്തിൻ്റെ നല്ല ദിശയിലും മരണം പിടിക്കാം. ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഞങ്ങൾക്കൊരുറപ്പുണ്ട്. കപ്പക്കാലയിൽ മരിച്ചാലും, കവലയിൽ മരിച്ചാലും, പ്രസംഗ സ്റ്റേജിൽ മരിച്ചാലും, കോവിഡിനകത്ത് മരിച്ചാലും, വണ്ടി ഇടിച്ച് മരിച്ചാലും, ക്യാൻസർ വന്ന് മരിച്ചാലും ഞങ്ങളുടെ ശരീരത്തിനെ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ വിളിച്ചുണർത്തുക ലാസറിന്റെ ഗംഭീര നാദമായി വന്ന നാഥൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരാൻ കാലമായി. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, എനിക്ക് നേരിട്ട് അനവധി വർഷങ്ങളിൽ പരിചയമുള്ളതായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാകാനതോ 69ാമത്തെ വയസ്സിൽ താനും ഈ ലോകം വിട്ടുപോയി. ധനവാനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും തൊഴിലാളിയായാലും കുന്നപ്പുഴയിൽ മരണമാണ്. എന്നാൽ ഇന്ന് രാത്രി മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാം. മറ്റൊരുത്തനിലും കുന്നപ്പുഴയെ ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഈ ലോകം തീരാറായി. സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിനെ കാണിക്കുന്നെങ്കിൽ നാം പോകുന്ന ഒരു നിത്യ വീടുണ്ട്. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു ടിക്കറ്റ് ആവശ്യമാണ്. എന്താ? 2 ടിക്കറ്റ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പേര് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. 10 രൂപ കൊടുത്താൽ മതി. സ്തോത്രം. ആ ടിക്കറ്റ് കൊടുത്താൽ ട്രെയിനകത്ത് കയറാൻ പറ്റത്തില്ല. തമിഴൻ്റെ ഹോട്ടലുണ്ട്, അന്നയും ശരവണയും കയറി പരിപ്പോടെയും മസാല ദോശയും കഴിക്കാം. എന്നാൽ 1ാമത്തെ നിലയിൽ കയറുമ്പോൾ അവിടെ ഇങ്ങനെ കൗണ്ടറുണ്ട്, പൂരിപ്പിച്ച് കൊടുക്കണം. തൃശ്ശൂരേക്ക് ഒരു ടിക്കറ്റ്. ഉടനെ പെൺകൊച്ചെഴുതി തരും. കമ്പാർട്ട്മെൻറ്റ് S3, സീറ്റ് നമ്പർ 22. ആദാ ഐലൻഡ് അഥവാ കന്യാകുമാരി ബാംഗ്ലൂർ. ട്രെയിൻ വരുന്നതിന് മുമ്പ് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ. ആ ടിക്കറ്റുള്ളവർ അനൗൺസ് കേൾക്കുമ്പോൾ നോക്കും, എൻ്റെ കമ്പാർട്ട്മെൻറ്റ് S3, സീറ്റ് നമ്പർ 22. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ
നീ വഴിയരികെ നിൽക്കേണ്ടി വരും. രക്ഷയുടെ ടിക്കറ്റ് എടുത്താൽ നിന്നെ എതിരേൽക്കുവാൻ മേഘങ്ങളെ തയ്യാറാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഒരിക്കൽ കൂടി കുന്നപ്പുഴ ഇന്ന് രാത്രി ആദ്യ ദിനം ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. കൺവെൻഷൻ്റെ ആദ്യ രാത്രി പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. മകനെ മകളെ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ നാഥൻ വരാറായി. സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി രണ്ട് കാര്യം കൂടെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ പാടി അവസാനിപ്പിക്കാം. മക്കളെ, നിങ്ങൾ ഇത്രയും പേരിക്കുന്നല്ലോ. ഞാൻ ക്യാൻസർ റിസർച്ച് പഠിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരേ ഒരു കഥയുള്ളൂ. അമേരിക്കയിലെ ഏറ്റവും നല്ല ക്യാൻസർ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ മാർക്ക്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നിരീശ്വരവാദിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് കാലിഫോർണിയയിൽ നിന്ന് ഡാലസിലേക്ക് ഒരു കോൺഫറൻസ്, 5:30 പ്ലെയിൻ, 4:30 എയർപോർട്ടിൽ ചേരണം. പിറ്റേന്ന് കോൺഫറൻസ്. അദ്ദേഹം കാലിഫോർണിയ എയർപോർട്ടിൽ 4:30 വന്നു. എയർപോർട്ട് മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുക, ഒരു രക്ഷയുമില്ല. 24 hours കാറ്റുകൊണ്ട് ഷട്ട് ഡൗൺ. ഇദ്ദേഹം ചെന്ന് എയർപോർട്ട് മാനേജറെ കണ്ടു. ഞാൻ ആ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമേരിക്കയിലെ ക്യാൻസർ സയൻറ്റിസ്റ്റ്, പ്ലെയിൻ വിട്ടേ പറ്റൂ. അദ്ദേഹം പറയും, സാർ ഇത്രയും വിവരമുണ്ട്, എയർപോർട്ട് അടച്ചിട്ട് കാറ്റിനതിന് ഏത് പ്ലെയിനാണ് വിടുന്നത്, അതുകൊണ്ട് സാർ വേണേൽ കാർ എടുത്ത് പോകാൻ. ഇദ്ദേഹം ചൂടായി. എന്താ സംഭവിച്ചതെന്നറിയാമോ? അദ്ദേഹം ഒരു കാർ എടുത്തു, അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുക. 5:30 കാർ ഓടി തുടങ്ങി. 4 മണിക്കൂർ കാർ ഓടി. ഒരു വിജനമായ പ്രദേശം, നമ്മുടെ ഈ വിളപ്പൽശാല കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന EMS അക്കാഡമി വന്നുള്ള പ്രദേശം. വഴിയരികെ ഒരു കടയില്ല, ചായക്കടയില്ല. ഒരു പോക്കറ്റ് റോഡ് ഇങ്ങനെ പോകുമ്പോൾ 2 ചിമ്മിനി വിളക്ക് കത്തി നിൽക്കുക. ഡോക്ടർ അവിടെ കാർ നിർത്തിയിട്ട് കോളിംഗ് ബെല്ലടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്ന് ഡോക്ടർ എന്ന് പറഞ്ഞില്ല, ഇംഗ്ലീഷ് പറഞ്ഞു. മൈ നെയിം ഈസ് മാർക്ക്, കോൾ ഈസ് ടു മച്ച് സിസ്റ്റർ, പ്ലീസ് മേക്ക് എ കോഫി ഫോർ മീ. എനിക്ക് വേണ്ടി ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. സഹോദരി ഒന്നും വേണ്ടിയില്ല. സഹോദരി പറഞ്ഞു, സിറ്റ് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി വിത്ത് 5 minutes. 5 മിനിറ്റ് കൊണ്ട് നിനക്ക് കാപ്പി തരാം. 2 മിനിറ്റിൽ ഹീറ്ററിൽ വെള്ളം തിളയ്ക്കുന്നു. സഹോദരി ഓടി അകത്ത മുറിയിലേക്ക് ഓടിപ്പോയി. കട്ടിലിനകത്ത് 5 വയസ്സുള്ളൊരു കുഞ്ഞ് കിടക്കുക. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേക്ക്, ഡോക്ടർ മാർക്കിനെ കാണുവാൻ ദൈവം അവസരം തരൂ. സ്വോത്രം കേൾക്കണം. സഹോദരി കാപ്പി ഇട്ട് കൊടുത്തു. കാപ്പി കുടിച്ചിട്ട് ഡോക്ടർ ചോദിച്ചു, എന്തുവാ നീ പ്രാർത്ഥിച്ച? ഡോക്ടറിൻ്റെ അകത്ത് ആൾ പോയി. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ 3 വർഷമായി ക്യാൻസറാണ്, കൈക്കാശില്ല. അടുത്ത സ്റ്റേറ്റിൽ താങ്കളുടെ പേരുള്ളൊരു ഡോക്ടറുണ്ട്, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഡോക്ടർ അവളോട് ചോദിച്ച്, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ച്. അവൾ ഓടിക്കൊണ്ടുവന്ന് ബൈബിൾ കൊടുത്ത് ഡോക്ടർ മേടിച്ചിട്ട് പറഞ്ഞു, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്ക നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അവിടെ വെച്ചിട്ട് ഡോക്ടർ മാർക്ക് പറഞ്ഞു, തിരുവനന്തപുരത്തെ കരിസ്മയിലല്ല മാനസാന്തരപ്പെട്ട്. ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്ലെയിൻ ഇല്ലാതിരുന്നത്, നിൻ്റെ വീട്ടിന് മുൻപിൽ എൻ്റെ കാർ ചവിട്ടി നിർത്തണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. അവിടെ വച്ച് ഡോക്ടർ മാർക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സിസ്റ്റർ, ഇന്ന് രാത്രി കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികള വെട്ടുക. നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. ഇന്ന് രാത്രി ആദ്യ രാത്രി പറയണ, കുന്നപ്പുഴ എൻ്റെ വീടിൻ്റെ വാതിൽക്കലും ഒരു കാറിൻ്റെ നാദം കേൾക്കാറായി. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു മറുപടി വരാറായി. ആകാശങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഇസഹാക്കിൻ്റെ യാഗപീഠത്തിൽ ഒരു ദൈവശബ്ദം കേട്ടെങ്കിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് രാത്രി സ്വോത്രം, ഇന്ന് രാത്രി ഇവിടുന്ന് ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഇവിടെ കുന്നപ്പുഴ ഒരു വീട്, കേട്ടോണം. കുന്നപ്പുഴ ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരന് ചെറുപ്പക്കാരന് 38, പെൺകുഞ്ഞിന് 36. അവർ ഏറെ നാൾ വിദേശ രാജ്യത്തായിരുന്നു. അവരിവിടെ വന്നു, മക്കളില്ല. SITയിലൊക്കെ ചികിത്സ നടത്തി. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി. 40 വയസ്സ് ചെറുപ്പക്കാരന്, സഹോദരിക്ക് 38 വയസ്സ്, നാടൻ മലയാളം. അതിനുശേഷം കുഞ്ഞിന് 2 വയസ്സ് 3 വയസ്സ് കരിക്കട്ട പോലെ ഒരു കൊച്ച്. ഒരു ദിവസം ഉച്ചയ്ക്ക് 2 നില വീട്, കാറ്, കമ്പ്യൂട്ടർ. ആ കൊച്ചു ഇവർ ഉറങ്ങാൻ കടന്നു. 3:30 മണിയായപ്പോൾ ആഹാരം കഴിച്ച് ഇവർ 3:30 മണിക്ക് എഴുന്നേറ്റ്. കുഞ്ഞ് നല്ല ഉറക്കം, 3 വയസ്സുള്ള കുഞ്ഞ്. ചെറുപ്പക്കാരും പറഞ്ഞ് തൊട്ടടുത്ത് ഗാർഡനുണ്ട്, പൂന്തോട്ടമുണ്ട്, വെള്ളമടിക്കാം. അവർ ഇച്ചിരി ദൂരെയുള്ള പൂന്തോട്ടത്തിൽ തെങ്ങിനും വെള്ളമടിക്കാൻ പോയി. കുഞ്ഞ് കിടന്നുറങ്ങിയ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നാട്ടുകാരുടെ നിലവിളി, പോകാ. ഓ, ചെറുപ്പക്കാരി ഓടി വന്നു. ഷോർട്ട് സർക്യൂട്ട്. നാട്ടുകാർ പറഞ്ഞ് കയറരുത്. അവർ കുഞ്ഞ് അവിടെ കിടക്കട്ടെ, നിങ്ങൾ കയറിയ ഷോർട്ട് സർക്യൂട്ട്. ചെറുപ്പക്കാരും പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ആകെ കുഞ്ഞ, ഇനി ഒരു കുഞ്ഞിനെ കിട്ടത്തില്ല, മരിച്ചു കാണത്തില്ല. നാട്ടുകാർ വിലക്കി. ചെറുപ്പക്കാരും കൈ കൊടുത്തു. ആരൊക്കെ തടഞ്ഞാലും ഞങ്ങൾ ഈ വീട്ടിനകത്ത് കയറും. ഇന്ന് രാത്രി മനസ്സിലാക്കണം, നാട്ടുകാരെ തൃണവൽ ഗണിച്ചുകൊണ്ട് ഒറ്റയടിക്ക് ചവിട്ടി തുറന്ന് വീടിനകത്തേക്ക് കയറി. ആ കട്ടിലെ കിടന്ന് 3 വയസ്സുകാരനെ എടുത്തു. അല്പം പൊള്ളലേറ്റ
ഒറ്റ ചാട്ട പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ കുഞ്ഞിന് അല്പ പൊള്ളലേറ്റെങ്കിൽ ജീവനോടെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി കുന്നപ്പുഴേ എന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ റാഞ്ചിയെടുക്കുവാൻ എൻ്റെ നാഥൻ വരാറ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. നാളെ രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. നാളെ മുതൽ വെളിപ്പാട്, മഹാവ്യാധികൾ, രോഗങ്ങൾ ഇതെല്ലാം പ്രസംഗിക്കും. ഒരു ചെയർ പോലും കാലിയിടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ദൂരെ നിന്ന് വന്ന്, മക്കളെ ഞങ്ങളുടെ ഈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, ഈ ചൂടിനകത്ത് വന്നിരുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് നിത്യതയ്ക്ക് അവകാശികളാകുവാൻ സ്വർഗം നിങ്ങളെ വേർതിരിക്കട്ടെ. എഴുന്നേൽക്കാം. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നിട്ടില്ല. ഒരു വാക്യവും കൂടെ എഴുന്നേൽക്കുമ്പോൾ വായിക്കണം. നിങ്ങളെല്ലാം ഈ വാക്യം കേൾക്കണം. പാടുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നാട്ടെ. നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ പാടിക്കൊണ്ടിരുന്നു. നിങ്ങളിഞ്ഞ് വന്നാട്ടെ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിങ്ങൾ ആരാധിക്കണം. ഈ വാക്യം വായിച്ചിട്ട് ആരാധിക്കണം. വായിക്കാം മക്കളെ. ലൂക്കോസിൻ്റെ സുവിശേഷം 13:6-7. അമ്മച്ചിമാരൊക്കെ ഒന്നും സന്തോഷമില്ല. ഇന്ന് ഈ വാക്യം കേട്ടിട്ട് നിങ്ങൾ സന്തോഷത്തിൽ ആരാധിക്കണം. കുഞ്ഞ് വായിച്ചാട്ടെ. എല്ലാവരും കണ്ണീരോടെ വാക്യം കേട്ടാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ ഒരിക്കലും അത്തിവൃക്ഷം വരത്തിൽ എങ്ങനെയോ വന്നു വീണത്. അടുത്ത വാക്യം, അതിൽ ഫലം തെരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട് കുന്നപ്പുഴ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം നോക്കുന്നു, ഒന്നുമില്ല. എന്തിനായി കുന്നപ്പുഴ നിൽക്കുന്നത്? കോടാലി എടുത്തുകൊണ്ട് വരാൻ. നാടൻ മലയാളം വായിച്ചിട്ട് മോളെ അടുത്തത്. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദേശത്തിന് ഒരു പ്രയോജനമില്ല കോടാലി എടുത്ത്. ആ സമയത്ത് അതിന് നമ്മുടെ കർത്താവ് പറഞ്ഞാട്ടെ, അതിനവൻ കർത്താവേ ഒരു കൊല്ലവും കൂടെ മേലാൽ 2018 കണ്ടവർ 19 കണ്ടില്ല, 20 കണ്ടവർ 21 കണ്ടില്ല, 22 കണ്ടവർ 21 മാർച്ച് കണ്ടോ അമ്മാമ്മേ? ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ. എത്ര പ്രാവശ്യം ഈ കോടാലി നമുക്കരെ വരാമായിരുന്നു. ഇടിവിൽ നാദം പറഞ്ഞു, ഒരു കൊല്ലവും കൂടെ നിൽക്കട്ടെ. കരമുയരുന്നില്ലല്ലോ. കോവിഡ് കാലത്ത് അമേരിക്ക 16 ലക്ഷം മരിച്ചു, ബ്രസീൽ 14, ഇന്ത്യ 12. കളിക്കാവിള മുതൽ പാറശാല വരെ, കാസർഗോഡ് തലപ്പാടി വരെ പോകുന്നവനാ സജു ചാത്തന്നൂർ. 82,000 പേരാ മരിച്ചത്. അപ്പച്ച അമ്മച്ചി 2 ഡോസ് കോവാക്സിൻ അല്ല നിർത്തിയത്. ദർ ഈസ് എ ലിമിറ്റ്. 2 ഡോസ് കോവിഷീൽഡ് അല്ല, കുറച്ച് മഞ്ഞൾ വെള്ളമല്ല, കുറച്ച് ഇഞ്ചിച്ചാറല്ല. നിന്റെ കോവിഡിന്റെ നടുവിൽ നിന്റെ കിടക്കരികത്ത് വന്ന കരം പിടിച്ചുയർത്തി ഒരു നല്ല നാഥനുണ്ട്. അവൻ എന്നെ ഒരു നാളും കൈവിടുകയും. അടുത്ത വീട്ടിലെ ചേട്ടന്റെ ശവശരീരം മെഡിക്കൽ കോളേജിൽ നിന്ന് മലമുകളിൽ കൊണ്ടുപോയി കത്തിച്ചില്ലേ അമ്മമ്മേ? അടുത്ത വീട്ടിൽ അച്ഛൻ്റെ ശവശരീരം മൊബൈലിൽ കൂടെ കണ്ട് 12 അടി താഴ്ച വീഴുന്നപ്പോഴും നിന്റെ കുടിലിനകത്തിറങ്ങി വന്ന് ഒരു ദോഷവും വരാതെ വീട് കാറും തന്നില്ലെങ്കിലും ജീവനുള്ളവരുടെ ദേശത്ത് ഇന്ന് രാത്രി എന്നെ ശേഷിപ്പിച്ച ദൈവത്തിന് നന്ദി. അതുകൊണ്ട് വചനം മാത്രം പോരാ. കഴിഞ്ഞ 3 വർഷം നമുക്ക് ആരാധനയില്ലായിരുന്നു. ആലയങ്ങൾ അടഞ്ഞു കിടന്നതാ. രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. കുന്നപ്പുഴ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയല്ല ഞാൻ പ്രസംഗിച്ചത്. കൃപയാൽ ബിപിൻ പാസ്റ്റർ ദൈവം ബലപ്പെടുത്തി. ഈ സത്യവചനം കേട്ടിട്ട് വാതിലുകൾ അടയാറായി. ഒരു പക്ഷിക്ക് 2 ചിറക്. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. ഒരു വിമാനത്തിന് 2 വിങ്, ഒരു ഫ്യൂവൽ, 1 പ്രൊപ്പല്ലർ. വചനം മാത്രം പോരാ. എൻ്റെ വിശ്വാസമോ ഭംഗം വരികയില്ല. അത് പ്രാപിച്ചിടും നിശ്ചയം. അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ വരും. കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വന്നാലും കൈവിടാത്തൊരു ദൈവം അന്ത്യം വരെ വഴി നടത്തും. എല്ലാ കരങ്ങളും അടിച്ച് ഈ രാത്രി നമ്മുടെ നാഥൻ വരാറ്. യെസ്,
കുന്നപ്പുഴയിൽ ഇന്ന് രാത്രി നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല. അത് പ്രാപിച്ചിടും നിശ്ചയം. ഘട്ടങ്ങളിലും പതറിടല്ലേ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ശക്തിയോടെ